അടുക്കളയിൽ ഫുഡ് കഴിക്കുന്ന അനിയത്തിയുടെ അടുത്ത് പോയിരുന്ന് ഞാനും കഴിക്കാൻ ആരംഭിച്ചു. തൊട്ടടുത്ത് അമ്മ എന്തോ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നാൻ തുടങ്ങി. ഞാൻ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്ന് കഴിച്ചു. അനിയത്തിയുടെ വീക്ഷണം ഞാൻ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവൾ എന്ത് വിചാരിച്ച് കാണും എന്നതായി എൻ്റെ അടുത്ത ടെൻഷൻ. എന്തായാലും ഒരു കാര്യം ഞാൻ വിചാരിച്ചു, ഇനി ആവക ചിന്തയൊന്നും വേണ്ട, അവസാനം എല്ലാം പ്രശ്നമാകുമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. ഞാൻ വേഗം ഫോണെടുത്ത് അമ്മയ്ക്ക് വിളിച്ചു. ഹലോ അമ്മേ, ഇതെവിടെ പോയതാ? വീട് പൂട്ടിയിട്ടുണ്ടല്ലോ. എടാ, മീരയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല പനിയും ഛർദിലും. ഞാനൊരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാ. ആണോ? ഏത് ഹോസ്പിറ്റലാണ് പോയത്? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. ഏയ്, അതൊന്നും വേണ്ടടാ. ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഞങ്ങളിപ്പോൾ വരാം. നീ ചുമ്മാ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എന്നാൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ വീട്ടിലുണ്ടാകും. അതും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അങ്ങനെ ബോറടിച്ച് വീടിൻ്റെ സ്റ്റെപ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് മുറ്റത്തോട്ട് ഒരു സ്കൂട്ടറിൽ ഒരു പെൺകുട്ടി വന്ന് നിന്നു. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ആരാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്നെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാനും അതുപോലൊരു ചിരി അങ്ങോട്ടും കൊടുത്തു. പെട്ടെന്ന് വീടിൻ്റെ മുകളിലേക്ക് നോക്കി 2 ഹോൺ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടുള്ളതാണെന്ന്. ആ, ദാ വരുന്നു എന്നൊരു സൗണ്ട് മുകളിൽ നിന്നും ഞാൻ കേട്ടു. അടുത്ത നിമിഷം തന്നെ കയ്യിൽ ഒരു കുഞ്ഞു ബാഗുമായി മീര ഓടി വന്ന് ആ ബൈക്കിൽ കയറിപ്പോയി. ഞാൻ അവിടെ പോത്തുപോലെ നിന്നിട്ടും എന്നെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല അവൾ. അങ്ങനെ ഞാൻ അവിടെ വീണ്ടും ഇരുന്നു. കുറച്ചു നേരം ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ചേച്ചി ഇപ്പോൾ മുകളിൽ ഒറ്റയ്ക്കായിരിക്കും, ചുമ്മാ ഒന്ന് പോയി നോക്കിയാലോ എന്ന്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പതിയെ സ്റ്റെപ്പിലേക്ക് നടന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അമ്മ വരുമ്പോൾ എന്നെ അങ്ങനെ മുകളിൽ കണ്ടാൽ എന്ത് വിചാരിക്കും? വേണ്ട, അത് ശരിയാകില്ല. മേലേക്ക് ഇനി കയറണ്ട. അങ്ങനെ മേലിട്ട് കയറി ഞാൻ പതിയെ താഴേക്ക് നടന്നു. താഴെ നിന്ന് നോക്കിയാൽ ചേച്ചി കാണാൻ പറ്റുന്ന സ്ഥലത്ത് പോയി നിന്ന് ഞാൻ ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഞാൻ മുറ്റത്ത് നിൽക്കുന്നത് ചേച്ചി കണ്ടു. എന്നെ കണ്ട ഉടനെ ചേച്ചി താഴേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, എന്തായി, അമ്മ വന്നില്ലേ? ഇല്ല. ഓ, അല്ല, അനിയത്തിക്ക് കുറവുണ്ടോ? അറിയില്ല, ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനും കൂടി വരാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാ, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. ആ, അത് സാരില്ല. അല്ല, നീ എന്തെങ്കിലും കഴിച്ചോ? അവർ ചോദിച്ചു. ഇല്ല, കഴിക്കണം, അവരൊന്ന് വന്നോട്ടെ. അവരിനി ഡോക്ടറെ കണ്ട് എപ്പോൾ വരാനാ? നീ വാ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വാ എന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. പെട്ടെന്നുള്ള ആ പിടുത്തത്തിൽ ഞാനാകെ വല്ലാണ്ടായിപ്പോയി. അങ്ങനെ എനിക്ക് വേണ്ടി ചേച്ചി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കൂടെ കഴിക്കാൻ കുറച്ച് ചിപ്സും. ഞാൻ മടിയൊന്നും കാണിക്കാതെ ചായയും ചിപ്സും കഴിക്കാൻ തുടങ്ങി. ടി വിയിൽ ഒരു തമിഴ് സോങ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓവറാണ് ആ പാട്ടിലെ സീനുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അതിലേക്ക് നോക്കാതെ നല്ല പിള്ള ചമഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചി ഒരു മടിയും കൂടാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. എനിക്കൊരു സംശയം തോന്നി, ഇനി ചിലപ്പോൾ എന്നെ വളക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന്. ഏകദേശം ആ പാട്ട് തീരാറായി. ലാസ്റ്റ് സീനുകളെല്ലാം വളരെ കടുപ്പമുള്ളതായിരുന്നു. അല്ല, ഞാനെന്തിനാ ഇത് നോക്കാതിരിക്കുന്നേ? ഞാനൊരാണല്ലേ, ചേച്ചിക്കില്ലാത്ത പേടി എന്തിനാ എനിക്ക്? അതുകൊണ്ട് തന്നെ ഞാനെല്ലാം നല്ലോണം കണ്ട് ആസ്വദിക്കുന്ന പോലെ അഭിനയിച്ചു. അത് കണ്ട് ചേച്ചി എന്നോട് എന്താണെന്ന് ചോദിച്ചു. തമിഴായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താ ഇപ്പം മലയാളത്തിൽ പറയാത്തത്? ഇത്രയും നേരം മലയാളത്തിലാണല്ലോ സംസാരിച്ചത്, ഇപ്പോൾ എന്ത് പറ്റിയെന്ന്. അപ്പോൾ നിനക്ക് തമിഴ് അറിയില്ലേ എന്ന് ചേച്ചി എന്നോട് ചോദിച്ചു. ആ, കുറച്ചൊക്കെ അറിയാം, പക്ഷേ ചേച്ചി ഇപ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഓ, അതൊന്നുമില്ല, എനിക്ക് ഈ സോങ് ரொம்ப പിടിക്കും, ഉനക്ക് പിടിക്കുമാ എന്ന് ചോദിച്ചതാ. സോങ് എല്ലാം പിടിക്കും, പക്ഷേ ഈ സീനുകളൊക്കെ കുറച്ച് ഓവറല്ലേ,
അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റാറില്ല. ഓ, അങ്ങനെയാണോ? എനിക്ക് സോങ്ങും പിടിക്കും, അതിലെ സീനുകളും പിടിക്കും. പക്ഷേ മോളുണ്ടാകുമ്പോൾ ഞാൻ വെക്കാറില്ല, ചേച്ചി പറഞ്ഞു. അതെന്താ, മോൾക്ക് ഇഷ്ടമല്ലേ? ഒന്ന് പോടാ, എന്നിട്ട് വേണം അവളതൊക്കെ കണ്ട് ചീത്താകാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മോള് ചീത്ത ആയിട്ടില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ല, ഇതൊന്നും കണ്ട് ചേച്ചിക്ക് കുഴപ്പമില്ലേ? എനിക്കെന്ത് കുഴപ്പം? എൻ്റേതൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ? പണ്ടല്ലേ ഇതൊക്കെ ഒരു രസം, ഇപ്പോൾ പിന്നെ എല്ലാം ഒരു നേരം പോക്ക്. അതും പറഞ്ഞ് ചേച്ചി ഒരു പുച്ഛഭാവത്തിലിരുന്നു. ടി വിയിൽ അടുത്ത സോങ് വന്നു. അത് വിജയുടെ ഖുഷി എന്ന പടത്തിലെ ഒരടിപൊളി സോങ് ആയിരുന്നു. ആ സോങ്ങിൻ്റെ വരികളെല്ലാം കുറച്ച് കുഴപ്പം പിടിച്ചതായിരുന്നു, കേട്ടവർക്ക് അറിയാൻ പറ്റും. ചേച്ചി വേഗം റിമോട്ട് എടുത്ത് വോളിയം കുറച്ച് ചേച്ചി എന്നോട് പറഞ്ഞു, ഇതെന്താടാ നീ വന്നപ്പോഴെല്ലാം ഇങ്ങനെയുള്ള പാട്ടുകൾ, മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട്. അത് കേട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഞാൻ ഒച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് ചേച്ചിയും ചിരിക്കാൻ തുടങ്ങി. പാട്ടിലെ ഓരോ വരികൾ എൻ്റെ കാതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വരികളും ചേച്ചിയുടെ ആ ചിരിയും എന്നെ കൂടുതൽ മോഹം നിറച്ചു. പെട്ടെന്ന് പുറത്തു നിന്ന് ഒരോട്ടോയുടെ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ വേഗം കയ്യിലുള്ള ചായക്കപ്പ് ടേബിളിൽ വെച്ച് പുറത്ത് വന്ന് നോക്കി. അമ്മ അനിയത്തിയുടെ കൈയും പിടിച്ച് ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരുന്നു. ഞാൻ വേഗം താഴേക്കിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചെല്ലുന്നത് കണ്ട് വയ്യാതിരുന്നിട്ടും അനിയത്തി എന്നെ ഒരു സംശയം എന്നോട് നോക്കുന്നുണ്ടായിരുന്നു. നീ ഇതെവിടെയായിരുന്നു? എന്നെ കണ്ട ഉടനെ അമ്മ എന്നോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അനിയത്തി വീണ്ടും എന്നെ ഒന്ന് നോക്കി. അവൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ട്, പക്ഷേ വാ തുറക്കാൻ പോലും വയ്യാത്തതുകൊണ്ട് അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഒരു 10 മണിയായപ്പോൾ അനിയത്തി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മ ആകെ പേടിച്ചു. ഒന്നോടെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനം. അങ്ങനെ എനിക്കറിയാവുന്നൊരു ഓട്ടോ ചേട്ടൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. പക്ഷേ ആ ചേട്ടൻ കോൾ എടുക്കുന്നുണ്ടായില്ല. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. വേറെ 1-2 നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ടും ഇത് തന്നെ അവസ്ഥ. അവസാനം ഞാനും അമ്മയും അനിയത്തിയും കൂടി വീടിൻ്റെ പുറത്തേക്കിറങ്ങി. മുകളിൽ നിന്നും ഇത് കണ്ട് അണ്ണനും ചേച്ചിയും താഴേക്കിറങ്ങിയൊന്ന് ചോദിച്ചു, എന്താ ഇപ്പോഴും കുറവില്ലേ? ഇല്ല, നല്ല ഛർദിലും ക്ഷീണവുമുണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുക, പക്ഷേ ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല, അമ്മ അവരോട് പറഞ്ഞു. ഇത് കേട്ട അണ്ണൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാറുണ്ട്, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ അണ്ണൻ്റെ ബൈക്കും എടുത്ത് നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. വയ്യാതെ അമ്മയുടെ കയ്യിൽ കിടക്കുന്ന അനിയത്തിയും തൊട്ടടുത്തായി നൈറ്റ് ഇടുന്ന ഒരു നൈസ് മാക്സി ഇട്ട ചേച്ചിയും. അനിയത്തി കാണുന്നില്ലെന്ന് മനസ്സിലാക്കി ഞാൻ ആ നിലാവെളിച്ചത്തിൽ പലതും കാണാനിടയായി. അതിൽ പലതും അണ്ണൻ നല്ലോണം ഉടച്ച് ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. അനിയത്തി വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. അമ്മ അവളെ പിടിച്ച് പുറം തടവിക്കൊണ്ടിരുന്നു. ചേച്ചി വെള്ളമെടുക്കാനായി വീട്ടിലേക്ക് ഓടി. അനിയത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ ഞാനിത് നോക്കി. എല്ലാം കൊണ്ടും ചേച്ചിയേക്കാൾ മികച്ചു നിൽക്കുന്നു. ഉള്ളെന്നറിയാതെ പിടച്ചു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത മാറ്റി. അപ്പോഴേക്കും അണ്ണൻ കാറുമായി വന്നു. ഞാനും അമ്മയും അനിയത്തിയും കൂടി അണ്ണൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിയിലെല്ലാം അണ്ണൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ആളൊരു പക്ക ഡീസൻറ്റ് തമിഴനാണെങ്കിലും നല്ല പതിഞ്ഞ സംസാരവും അമ്മയും എന്നെയും ഇടയ്ക്കിടയ്ക്ക് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഞാൻ പെട്ടെന്ന് സൈഡ് മിററിലേക്ക് നോക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ നാണഭാവത്തിലിരിക്കുന്നു. ഇതിന് മാത്രം നാണിക്കാൻ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായെന്നറിയാൻ ഞാൻ പതിയെ അമ്മയെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ അണ്ണനെ നോക്കി. അണ്ണൻ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലെ മിററിലേക്ക് നോക്കുന്നു. അമ്മ നാണിക്കാൻ മാത്രം. ഞാൻ അറിയാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാൻ ഞാൻ രണ്ടുപേരെയും വാച്ച് ചെയ്യാൻ തുടങ്ങി. ഛർദ്ദിച്ച് ക്ഷീണത്തിൽ കിടക്കുന്ന അനിയത്തെ പോലും അമ്മ മറന്ന മട്ടായിരുന്നു അമ്മയുടെ അപ്പോഴത്തെ ഇരിപ്പിന്. ആ അണ്ണൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ അമ്മ ഇത്രയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അമ്മ അതെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു.
ഞാനും അമ്മയും അനിയത്തിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നടന്നു. കൂടെ അണ്ണനും. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിയെ ട്രിപ്പ് ഇട്ട് കിടത്തി. ഞങ്ങൾ അവളുടെ കൂടെ ഇരുന്നു. അണ്ണൻ എന്നോട് ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങി. ഞാനും ഒട്ടും മടി കാണിക്കാതെ എല്ലാത്തിനും മറുപടി കൊടുത്തു. കൂടുതൽ അച്ഛൻ്റെ കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. ആ സമയം അമ്മ അനിയത്തിയുടെ അടുത്തിരുന്ന് അവളുമായി ഓരോന്ന് സംസാരിക്കുന്നുണ്ടായി. നൈറ്റ് ഡ്യൂട്ടിക്കുള്ള 4-5 സുന്ദരികളായ നഴ്സുമാർ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം സ്കാൻ ചെയ്ത് അണ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ വന്ന് എൻ്റെ പുറകിൽ തട്ടി. ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ കൂടെ പഠിച്ച ആദിൽ. എന്താടാ, എന്തു പറ്റി? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ അനിയത്തിയുടെ കാര്യമെല്ലാം അവനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവനോട് സംസാരം തുടങ്ങിയതും അണ്ണൻ പതിയെ എൻ്റെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്തേക്ക് പോയി. അവനോട് സംസാരിക്കുകയാണെങ്കിലും ഞാനിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം കൊണ്ട് ഉറങ്ങിയ അനിയത്തിയുടെ അടുത്ത് നിന്ന് അമ്മ അണ്ണൻ വരുന്നത് കണ്ട് അണ്ണനോട് സംസാരിക്കാൻ സാരിയെല്ലാം നേരെയാക്കി ഒരുങ്ങി. ഞാനൊരു മകൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന വിചാരം പോലും അമ്മയ്ക്ക് ഉണ്ടായില്ല. കൈകൊണ്ടും കാലുകൊണ്ടും മതി മറന്ന് അമ്മ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അണ്ണൻ്റെ നോട്ടവും ഭാവവുമെല്ലാം അതിർവിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ഇതെല്ലാം അറിഞ്ഞും കണ്ടുകൊണ്ടും അമ്മ അതിൽ ലയിച്ചു പോയിട്ടുണ്ടായി. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയെ ഇങ്ങനൊരു ഭാവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഉള്ളിലടക്കി വെച്ച് ജീവിക്കായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. ഗോപാലേട്ടനോട് പോലും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത്രയും സുന്ദരിയായ എൻ്റെ അമ്മയെ അങ്ങനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഇനി അവരെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിട്ടാൽ ശരിയാകില്ല. ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ വരുന്നത് കണ്ട് രണ്ടുപേരുടെ മുഖം അങ്ങ് വാടി. അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഞാൻ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ അണ്ണൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനും നോക്കാനും നിന്നില്ല. പക്ഷെ അപ്പോഴും അമ്മയ്ക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 3rd പാർട്ട് ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.